ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ചന്ദ്രിക ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ്. എന്നിട്ട് സുന്ദരി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് ചന്ദ്രിക വേഗം പോയിട്ട് സുന്ദരിയെ പിടിച്ചു വലിച്ച് കൊണ്ടുവരികയാണ്. വന്ന ഉടനെ തന്നെ ചന്ദ്രിക സുന്ദരിയുടെ രണ്ട് കവിളിലും മാറി മാറി അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുന്ദരിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ആ സമയത്ത് എല്ലാവരും വിളിക്കുന്നുണ്ട്, ചന്ദ്രിക, ഏയ് ചന്ദ്രിക എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ വാസുവിന് മാത്രമാണ് സന്തോഷമായത് സുന്ദരിയെ തല്ലുന്നത് കണ്ടപ്പോൾ. അപ്പോൾ സുന്ദരിയോടായിട്ട് ചന്ദ്രിക പറയുന്നുണ്ട്, നിന്നെ ജോലിക്ക് ചേർത്ത് നീ ചോദിച്ചതിലും അധികം ശമ്പളം തന്ന് നിന്നെ ഈ വീട്ടിലെ ഒരു അംഗത്തെ പോലെ കണ്ട് ഇവരെയാണോ നീ കൊല്ലാൻ വന്നത്? ചന്ദ്രിക പറഞ്ഞത് കേട്ടപ്പോഴാണ് ജാനകിയും അതുപോലെ ആരതിയും ആകാശമൊക്കെ ഷോക്കായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ തന്നെ ആരതി വേഗം അമ്മയുടെ അടുത്തേക്ക് പോവാണ്, കാരണം അമ്മയുടെ ജീവൻ തിരിച്ചു കിട്ടിയ ആ ഒരു സന്തോഷത്തിൽ. അപ്പോൾ ചന്ദ്രിക സുന്ദരിയോട് പറയുന്നുണ്ട്, ഒരു ചെറിയ ഉറുമ്പിന് പോലും ഒരു അപകടവും സംഭവിക്കരുത് എന്നാഗ്രഹിക്കുന്നയാളാണ് ജാനകി അമ്മായി. അങ്ങനെയുള്ള ജാനകി അമ്മായിയെ കൊല്ലാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു? ചന്ദ്രിക ദേഷ്യത്തോടെയാണ് സുന്ദരിയോട് ചോദിക്കുന്നത്. അപ്പോൾ സുന്ദരി നിറഞ്ഞ കണ്ണുകളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ജാനകി ചോദിക്കുകയാണ്, എന്താ ചന്ദ്രിക നീ പറയുന്നത്? നീയും വാസുദേവനെ പോലെ ഒരു കാരണവുമില്ലാതെ സുന്ദരിയുടെ മേലെയാണോ കുറ്റം ചാർത്തുന്നത്? പാവം ചന്ദ്രിക, അവളൊരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നും വന്നതല്ലേ? അത് കേട്ടപ്പോൾ ചന്ദ്രിക സുന്ദരിയെ നോക്കുകയാണ്. സുന്ദരി തലതാഴ്ത്തി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജാനകി വീണ്ടും സുന്ദരിക്ക് വേണ്ടിയിട്ടാണ് വക്കാലത്ത് പറയുന്നത്, ഇല്ല, അവൾ ഒരിക്കലും എന്നെ കൊല്ലാൻ ശ്രമിക്കില്ല, അവളെ വിട്ടേക്ക് ചന്ദ്രിക. അപ്പോൾ ജാനകിയോടായിട്ട് ദേഷ്യത്തോടെ ചന്ദ്രിക പറയുന്നുണ്ട്, അമ്മായി, വെളുത്തതെല്ലാം പാല് എന്ന് നിങ്ങൾ വിചാരിക്കല്ലേ. ഇവൾ സാധാരണ ഒരുത്തിയായിട്ട് നിങ്ങൾ കാണണ്ട, ഇവള് വലിയൊരു ക്രിമിനലാണ്. അത് കേട്ടപ്പോൾ വാസുദേവനൊക്കെ ഇങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക എന്താ പറയാൻ പോകുന്നതെന്ന് അറിയാത്ത ആകാംക്ഷയിലാണ് ആരതിയും ആകാശമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, ഇവള് ഇതിനു മുന്നേ നിന്ന് ഹൈദരാബാദ്, ബാംഗ്ലൂര്, കേരളം, അങ്ങനെ എല്ലാ സംസ്ഥാനത്തിലും ഇവളുടെ മിടുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും ചെയ്യാത്ത പോലെ സുന്ദരി പാവത്തിനെ പോലെ നിൽക്കുവാണ്. എല്ലാവരും ചന്ദ്രിക പറയുന്നത് കേട്ട് നടുങ്ങി നിൽക്കുന്ന സമയത്ത് അവൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വീട്ടിൽ ജോലിക്ക് എന്ന വ്യാജേന ചേർന്നിട്ട് ആ വീട്ടിലുള്ള ഗൃഹനാഥരെ കൊന്നിട്ട് അവരുടെ സ്വർണവും പണവും ഒക്കെ അടിച്ചു മാറ്റിയിട്ട് അവിടുന്ന് കടന്നു കളഞ്ഞ് മറ്റു സ്ഥലത്ത് ജോലിക്ക് കയറലാണ് ഇവളുടെ പ്രധാന പണി. ആരതിയൊക്കെ ഇങ്ങനെ ഷോക്കായിട്ടാണ് നിൽക്കുന്നത് ജാനകി പറഞ്ഞത് കേട്ടിട്ട്. കാരണം ഇത്രയും കാലം ഇത്രയും വലിയൊരു ക്രിമിനലിൻ്റെ കൂടെ ആയിരുന്നു തങ്ങൾ താമസിച്ചത് എന്ന് വിചാരിച്ചിട്ട്. ചന്ദ്രിക പറഞ്ഞതിനെ ഒന്നും സുന്ദരി നിഷേധിക്കുന്നുണ്ടായിരുന്നില്ല. വാസുദേവൻ ഉൾപ്പെടെ എല്ലാവരും ഷോക്കായിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. ജാനകിയാണെങ്കിൽ ഞെട്ടലോടെ നിൽക്കുകയാണ്. സുന്ദരി കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജാനകി അപ്പോഴും സംശയത്തോടെ ചന്ദ്രികയോട് ചോദിക്കുകയാണ്, നീ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ ഈ സുന്ദരിയെ നമ്മുടെ വീട്ടിലേക്ക് ജോലിക്ക് കൂട്ടിക്കൊണ്ടു വന്നതും വാസുദേവനാണല്ലോ. ഈ വാസുദേവനും ജ്യോതിയും ചേർന്നിട്ട് എന്നെ കൊന്നിട്ട് എൻ്റെ പേരിലുള്ള ഇൻഷുറൻസ് പണം കിട്ടാൻ വേണ്ടി ആയിരിക്കണം ഇവളെ ഏർപ്പാടാക്കിയിട്ടുണ്ടാവുക. അങ്ങനെ ഒരു സംശയം ആരതിക്കും ആകാശിനൊക്കെ ഉള്ളപ്പോൾ വാസു സങ്കടത്തോടു കൂടി ഇല്ല എന്നുള്ള അർത്ഥത്തിൽ തലയാട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്രിക ജാനകിയോട് പറയുന്നുണ്ട്, വാസു മാമൻ നിങ്ങൾക്ക് ദ്രോഹം ചെയ്തു, നിങ്ങളോട് വിശ്വാസവഞ്ചന ചെയ്തു, അത് സത്യം തന്നെയാണ്. എന്നാൽ നിങ്ങളെ കൊല്ലുന്ന അളവിന് നിങ്ങളോടുള്ള ഒരു ദേഷ്യമോ അല്ലെങ്കിൽ ഒരു വിദ്വേഷമോ ഇവർക്കില്ല. അപ്പോൾ വാസു അത് ശരിയെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്രികയാണെങ്കിൽ ജാനകിയോട് പറയുന്നുണ്ട്, ജ്യോതിയുടെ മായാവലയത്തിൽപ്പെട്ടിട്ട് വാസുമാമൻ അമ്മായിയോട് വിശ്വാസവഞ്ചന തന്നെയാണ് ചെയ്തത്. എന്നാ ജ്യോതി ഇദ്ദേഹത്തെ യൂസ് ചെയ്ത് അവളുടെ ജീവിതത്തിൽ അവൾ സെറ്റാവുകയാണ് ചെയ്തത്. ജാനകി ദേഷ്യത്തോടു കൂടി വാസുവിനെ നോക്കുമ്പോൾ ചന്ദ്രിക പറയാണ്, വാസുമാമൻ ഇത്രയും കാലം നിങ്ങളെ പറ്റിക്കുകയാണെന്ന് കരുതിയിട്ട് ഇദ്ദേഹം ജ്യോതിയാൽ പറ്റിക്കപ്പെടുകയായിരുന്നു. വാസു കുറ്റബോധത്തോടു കൂടി തലതാഴ്ത്തി നിൽക്കുകയാണ്. കാരണം ചന്ദ്രിക പറയുന്നതൊക്കെ ശരി തന്നെയായിരുന്നു. അപ്പോൾ ചന്ദ്രിക പറഞ്ഞു കൊടുക്കുകയാണ്, ഇദ്ദേഹത്തിന് അറിയാതെ ജ്യോതിയും അവളുടെ സഹോദരൻ അഖിലനും ചേർന്നിട്ട് സുന്ദരിയെ നമ്മുടെ വീട്ടിലേക്ക് അയച്ച് അമ്മായിയെ കൊല്ലാനുള്ള പ്ലാൻ തയ്യാറാക്കിയതാണ്. പക്ഷേ ഇതൊന്നും വാസുമാമൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇനിയൊരു പക്ഷേ അമ്മായി മരിച്ചു കഴിഞ്ഞാൽ പിടിക്കപ്പെടുവാണെങ്കിൽ അത് വാസുമാമൻ പോലും അറിയാതെ വാസുമാമൻ്റെ പേരിലാക്കാനും ഇവർ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ജാനകി ആകെ വല്ലാതാവുകയാണ്. അയ്യോ ചന്ദ്രിക, നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, എനിക്കെന്തോ തല ചുറ്റുന്നത് പോലെ തോന്നുന്നു. സുന്ദരി അയച്ചിട്ടുണ്ടെങ്കിൽ അത് ജ്യോതി ആയിരിക്കില്ല, ഇയാൾ തന്നെ ആയിരിക്കും. അപ്പോൾ വാസു സങ്കടത്തോടെ ചന്ദ്രികയോട് പറയാണ്, ചന്ദ്രിക ഒന്ന് പറഞ്ഞു കൊടുക്ക് ചന്ദ്രിക, ജാനകി എന്നെ ഒന്ന് വിശ്വസിക്ക്. അപ്പോൾ ചന്ദ്രിക വന്നിട്ട് പറയാണ്, അമ്മായി, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് വിശ്വസിക്ക്. സത്യമായിട്ടും നിങ്ങളെ കൊല്ലാൻ വേണ്ടി വാസുമാമനല്ല സുന്ദരിയെ പറഞ്ഞു വിട്ടത്.
പക്ഷെ ജാനകിക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവരിങ്ങനെ തലക്ക് കൈ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അല്പസമയം കഴിഞ്ഞപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, ഇപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമായിട്ടില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നടന്ന മറ്റു ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഓർമ്മിപ്പിച്ചു തരാം. നിങ്ങളുടെ റൂമിലുണ്ടായിരുന്ന അയൺ ബോക്സ് എങ്ങനെയാ തനിയെ നിങ്ങൾക്ക് ഷോക്കടിച്ചത്? നിങ്ങൾ ആരും ഇല്ലാതിരുന്ന സമയത്ത് വീട്ടിൽ വെച്ച് ആരാണ് ഗ്യാസ് തുറന്നു വിട്ടത്? നിങ്ങളുടെ റൂമിനകത്ത് വിഷമുള്ള പാമ്പ് എങ്ങനെ വന്നു? അങ്ങനെ ഓരോന്നോരോന്ന് ചന്ദ്രിക എണ്ണി എണ്ണി ചോദിക്കുമ്പോൾ ജാനകി ആകെ കൺഫ്യൂഷൻ ആവുകയാണ്. അതുപോലെ വാസു ആണെങ്കിലും ആകാശാണെങ്കിലൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നോ എന്നൊരു അതിശയത്തിൽ നിൽക്കുകയാണ്. ആരതിയും അതൊക്കെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ അവളും അവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ചന്ദ്രിക സംശയത്തോടെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അയൺ ബോക്സ് നിങ്ങൾക്ക് ഷോക്ക് അടിച്ച സമയത്തും മറ്റാരും ഇല്ലാത്ത സമയത്ത് ഗ്യാസ് ഓണാക്കിയിട്ടപ്പോഴും നിങ്ങളുടെ റൂമിനകത്ത് വിഷമുള്ള പാമ്പ് വന്നപ്പോഴും വാസുമാമൻ നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ വാസു അത് തലകുലിക്ക് സമ്മതിക്കുകയാണ്. ആരതിക്കും അതൊക്കെ ശരി തന്നെയാണ് എന്ന് തോന്നുവാണ്. അപ്പോൾ ജാനകിയുടെ സംശയം കണ്ടപ്പോൾ ചന്ദ്രിക വീണ്ടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വാസുമാമൻ നമ്മുടെ വീട്ടിൽ ഇല്ലാതിരുന്ന സമയത്താണ് ഈ കാര്യങ്ങൾ അത്രയും നടന്നിട്ടുണ്ടായിരുന്നത്. ജാനകി സംഭവിച്ച ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഓർത്തുകൊണ്ടിരുന്ന സമയത്ത് ചന്ദ്രിക ചോദിക്കുകയാണ്, അപ്പോൾ സുന്ദരി ആയിരിക്കില്ലേ ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക? ചന്ദ്രിക പറഞ്ഞ ഓരോരോ കാര്യങ്ങളും ആലോചിക്കും തോറും ശരിയാണെന്ന് ജാനകിക്ക് തോന്നുന്നുണ്ടെങ്കിലും അവർ ചന്ദ്രികയോട് സംശയത്തോടെ ചോദിക്കുകയാണ്, ഒരുപക്ഷെ നീ പറഞ്ഞതുപോലെ ഗ്യാസ് തുറന്നു വിട്ട് എന്നെ കൊല്ലാൻ ശ്രമിച്ചത് സുന്ദരിയായിരിക്കാം. എന്നാ ആ കാര്യങ്ങളൊക്കെയും ദാ നിൽക്കുന്ന ഇയാളില്ലേ, ഇയാൾ പറഞ്ഞിട്ടായിരിക്കും സുന്ദരി ചെയ്തിട്ടുണ്ടാവുക. ഇല്ല ജാനകി, ഇല്ല. വാസു വീണ്ടും വീണ്ടും പറയാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ചന്ദ്രികയും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇല്ല അമ്മായി, നിങ്ങൾ വാസുമാമൻ്റെ മേലുള്ള ദേഷ്യവും വെറുപ്പും കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. വാസുമാമൻ നിങ്ങളോട് വിശ്വാസവഞ്ചന ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ നിങ്ങളെ കൊല ചെയ്യാൻ വേണ്ടിയിട്ട് ജ്യോതി അവളുടെ സഹോദരനും കൂടി ചേർന്നെടുത്ത ആ തീരുമാനത്തിൽ വാസുമാമന് ഒരു തുള്ളി പോലും പങ്കില്ല. വാസു സങ്കടത്തോടെ തലകുലിക്കുകയാണ്. ജാനകി ആകെ കൺഫ്യൂഷനായിരിക്കുകയാണ്. അത് കണ്ടിട്ട് ചന്ദ്രിക പറയാണ്, എന്താ അമ്മായി, ഞാൻ പറഞ്ഞത് ഇപ്പോഴും നിങ്ങൾക്ക് വിശ്വാസമായില്ല അല്ലേ? ഒരു മിനിറ്റ്, ഈ ഒരു കൊലപാതകത്തിൽ വാസുമാമന് പങ്കില്ല. ഇത് ആകെ ജ്യോതിയും അവളുടെ സഹോദരൻ അഖിലനും മാത്രമാണ് പങ്കുള്ളൂ. അവർ രണ്ടുപേരും മാത്രം ചേർന്നെടുത്ത തീരുമാനമാണിതെന്ന് ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് തെളിവ് സഹിതം കാണിച്ചു തരാം. എന്നിട്ട് സുന്ദരിയെ നോക്കിയിട്ട് ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഇവളെ എത്ര തവണ ജ്യോതിയോടും അവളുടെ സഹോദരനോടും ഫോണിൽ സംസാരിച്ചു എന്ന് ഇവളുടെ ഫോൺ എടുത്തിട്ട് ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് വാസുവിനൊന്നും തോന്നാത്തൊരു ഐഡിയ ആയിരുന്നു. ചന്ദ്രികയാണെങ്കിൽ വേഗം സുന്ദരിയുടെ അടുത്ത് പോയിട്ട് ഫോണ് വാങ്ങിക്കാൻ നോക്കുകയാണ്. ഫോണ് താ. അപ്പോൾ സുന്ദരി പാവത്തിനെ പോലെ പറയുന്നുണ്ട്, ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ല മാഡം, എനിക്ക് അങ്ങനെയുള്ള ഒരു കാര്യവും ഇല്ല, എന്നെ വിശ്വസിക്കൂ. ഫോണ് തരാൻ നിന്നോടല്ലേ പറഞ്ഞത് മാഡം, ഞാൻ പോവാണ് മാഡം. ജാനകിയോട് വീണ്ടും യാത്ര ചോദിക്കുന്നത് പോലെ സുന്ദരി ചോദിക്കുകയാണ്. ചന്ദ്രിക എൻ്റെ അടുത്ത് ആവശ്യമില്ലാത്ത ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് മാഡം, ഞാൻ പോവാണ് മാഡം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ചന്ദ്രിക ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഫോൺ തരാനല്ലേ നിന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് സാരിയുടെ ബാക്കിൽ ഇങ്ങനെ ഒളിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഫോൺ തട്ടി വാങ്ങിക്കുകയാണ്. ആ സമയത്ത് സുന്ദരിയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ചന്ദ്രിക ഫോണിലേക്ക് നോക്കുന്ന സമയത്ത് അഖിലനാണ് കോൾ ചെയ്യുന്നത്. അഖിലൻ സർ എന്നാണ് ഫോണിൽ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് കണ്ടപ്പോൾ ചന്ദ്രിക ദേഷ്യത്തോടെ സുന്ദരിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. എല്ലാവരും ചന്ദ്രികയെ നോക്കുന്ന സമയത്ത് ചന്ദ്രിക എല്ലാവരോടായിട്ട് പറയുന്നുണ്ട്, ജ്യോതിയുടെ സഹോദരൻ അഖിലനാണ് കോൾ ചെയ്യുന്നത്. വാസു ഉൾപ്പെടെ എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക നല്ലൊരു പ്ലാനോടെയാണ് നിൽക്കുന്നത്. അവൾ സുന്ദരിയോട് പറയുന്നുണ്ട്, ഞാനിപ്പോൾ സ്പീക്കറിൽ ഫോണിടാൻ പോവാണ്, നീ സ്പീക്കറിൽ വേണം അഖിലനോട് സംസാരിക്കാൻ. ഇല്ല മാഡം, വേണ്ട മാഡം, സുന്ദരി ഇങ്ങനെ ഭയത്തോടെ പറയാണ്. പറഞ്ഞു തീർന്നതും ചന്ദ്രിക അവളുടെ കവിളത്ത് നോക്കി ഒന്ന് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം സംസാരിക്കുന്നുണ്ടോ ഇല്ലയോ? ഫോൺ എടുത്തിട്ട് ചന്ദ്രിക സുന്ദരിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്, സ്പീക്കർ ഓണാക്കിയിട്ട്. ഹലോ. അപ്പോൾ അഖിലൻ ചോദിക്കുന്നുണ്ട്, എന്താ സുന്ദരി, ജാനകിക്ക് പ്രസാദത്തിൽ ആ പോയിസൺ കലർത്തി കൊടുത്തോ? അഖിലൻ്റെ നാവ് കൊണ്ട് തന്നെ പറയുന്നത് കേട്ടപ്പോഴാണ് ജാനകി ശരിക്കും വിശ്വസിച്ചത്. പക്ഷേ ജാനകി ഉൾപ്പെടെ എല്ലാവരും ഞെട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു സംസാരം കേട്ടപ്പോൾ. അപ്പോൾ സുന്ദരിയോട് അയാൾ ചോദിക്കുന്നുണ്ട്, ജാനകി അത് കഴിച്ചോ ഇല്ലയോ? ഇല്ല സർ, ഇനിയും കഴിച്ചിട്ടില്ല. സുന്ദരി പെട്ടെന്ന് തന്നെ പറയാണ്. അത് കേട്ടപ്പോൾ ആരതിക്കൊക്കെ അവളെ കൊല്ലാനുള്ള ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അഖിലനും ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. എന്താ സുന്ദരി, ഇനിയും നീ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വേഗം കൊടുക്കാൻ നോക്ക്. എനിക്കൊന്നും അറിയണ്ട. ഞാൻ തന്ന പോയ്സൺ എങ്ങനെയെങ്കിലും പ്രസാദത്തിൽ കലർത്തി അത് ജാനകിയെ കൊണ്ട് കഴിപ്പിച്ചിട്ട് ക്ഷേത്രത്തിൽ വെച്ച് തന്നെ അവളെ കൊല്ലാൻ നോക്ക്.
അഖിലൻ പറയുന്നത് കേട്ട് ജാനകി ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. വാസു ഉൾപ്പെടെ എല്ലാവർക്കും ആ ഒരു ഷോക്ക് ഉണ്ടായിരുന്നു. വാസു ആണെങ്കിൽ ഒരിക്കലും ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഭാര്യയുടെ സഹോദരനാണെന്നുപരി കൂട്ടുകാരൻ കൂടിയായിരുന്നല്ലോ അഖിലൻ. അപ്പോൾ അഖിലൻ തന്നെയാണ് ജാനകിയെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ഇടുന്നത് എന്ന് കേട്ടപ്പോൾ വാസു ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ അഖിലനാണെങ്കിൽ ദേഷ്യത്തോടെയാണ് സുന്ദരിയോട് സംസാരിക്കുന്നത്. ജാനകിയുടെ കഥ നീ തീർത്തില്ലെങ്കിൽ നിന്റെ കഥ ഞാൻ അവസാനിപ്പിക്കും. വാസുവിന് എൻ്റെ മേലും ജ്യോതിയുടെ മേലും സംശയം വന്നു തുടങ്ങിയിട്ടുണ്ട്. വാസു ആ സംശയം പൂർത്തീകരിക്കുന്നതിന് മുന്നേ നീ ജാനകിയുടെ കഥ അവസാനിപ്പിക്കണം. അഖിലൻ പറഞ്ഞു കൊടുക്കുകയാണ്. സുന്ദരിയാണെങ്കിൽ ഒന്നും പറയാതെ കേട്ട് നിൽക്കുകയാണ്. പക്ഷെ അഖിലൻ പറയുന്ന ഓരോരോ കാര്യങ്ങളും എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു. അപ്പോൾ അഖിലൻ സുന്ദരിയോട് പറയുന്നുണ്ട്, ജാനകിയെ കൊല്ലാൻ വേണ്ടി നിന്നെ ഞാനും ജ്യോതിയും കൂടിയാണ് അയച്ചതെന്ന് വാസു അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷം പിന്നെ നമ്മുടെ പ്ലാനുകളൊക്കെ തകരും. അതുകൊണ്ട് വാസുവിന് നമ്മുടെ പ്ലാനുകൾ മനസ്സിലാവുന്നതിന് മുൻപ് നീ ജാനകിയെ കൊന്നിട്ട് പെട്ടെന്ന് തന്നെ എന്നെ വിളിക്കാൻ നോക്ക്. ജാനകി ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. തന്നെ കൊല്ലുന്ന കാര്യമാണ് അവർ സംസാരിക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായി സർ എന്ന് പറഞ്ഞിട്ട് സുന്ദരിയും കോള് കട്ട് ചെയ്യുകയാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രിക ദേഷ്യത്തോടെ അവളുടെ കയ്യിൽ നിന്ന് ഫോണ് തട്ടി വാങ്ങിക്കുന്നുണ്ട്. എല്ലാവരും താൻ സംസാരിച്ചത് കേട്ടു എന്നും ജാനകിയെ കൊല്ലാനാണ് താൻ ഇവിടെ വന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായെന്നും സുന്ദരിക്ക് ബോധ്യമായി. അപ്പോൾ ചന്ദ്രിക ജാനകിയോട് ചോദിക്കുന്നുണ്ട്, കേട്ടില്ലേ അമ്മായി, ജ്യോതിയുടെ സഹോദരൻ അഖിലൻ എന്തൊക്കെയാണ് പറയുന്നത് എന്ന്. ജാനകി ഒരു മറുപടിയില്ലാതെ നിൽക്കുകയാണ്. വാസുമാമനെ പറ്റിച്ചിട്ട് ജ്യോതിയും അവളുടെ സഹോദരനും ഇതുപോലെ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ശരിയാണെന്നുള്ള അർത്ഥത്തിൽ കുറ്റബോധത്തോടെ വാസുവും തലയാട്ടുന്നുണ്ടായിരുന്നു. വാസുമാമനെ യൂസ് ചെയ്തിട്ട് അവരെ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ അവർ നേടിയെടുത്തു. ഇതൊക്കെ ആകാശിനും ആരതിക്കും ഒക്കെ പുതിയ അറിവുകളായിരുന്നു. അതുപോലെ വാസുവിനാണെങ്കിൽ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഈ അടുത്ത കാലത്തായിട്ടാണ് മനസ്സിലാവുന്നത്. ജാനകിയും വിഷമത്തോടെ തലതാഴ്ത്തി നിൽക്കുകയാണ്. അതേസമയം ആരതിയാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് സുന്ദരിയുടെ അടുത്ത് വന്നിട്ട് അവളുടെ ചെകിട്ടത്ത് നോക്കി പൊട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അല്ല, നിന്നെ ഒരു സ്വന്തം മകളെ പോലെയല്ലേ എൻ്റെ അമ്മ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെയുള്ള ആ പാവത്തിനെയാണോ നീ കൊല്ലാൻ നോക്കിയത്? നിന്നെയൊന്നും ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞിട്ട് ആരതി വീണ്ടും വീണ്ടും തല്ലുവാണ്. ചന്ദ്രികയും വാസുവും ചേർന്നിട്ട് ആരതിയെ തടുത്തു നിർത്തുകയാണ്. ചന്ദ്രിക പറയുന്നുണ്ട്, ഏയ് ആരതി, ഇവളെ അടിച്ചിട്ട് എന്ത് ചെയ്യാനാ? ഇവൾ വെറും അമ്പാണ്. അമ്പ് എയ്യുന്ന ആൾക്കാരെ വേണം പോലീസിൽ പിടിച്ചു കൊടുത്തിട്ട് ശരിയായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ. സുന്ദരി പാവത്തിനെ പോലെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും സിദ്ധാർത്ഥ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ടാണ് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അവരൊക്കെ നിൽക്കുന്ന ഭാഗത്തേക്ക് ഓടി വന്നിട്ടുണ്ടായിരുന്നത്. ജാനകിയെ ജീവനോടെ കണ്ടപ്പോഴാണ് സിദ്ധുവിന് ആശ്വാസമായത്. അവൻ അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഒന്നും ആയിട്ടില്ലല്ലോ അമ്മ, അമ്മക്കൊന്നും സംഭവിച്ചില്ലല്ലോ, ഒന്നും സംഭവിച്ചില്ലല്ലോ, ഞാൻ വല്ലാതെ ഭയന്നു പോയമ്മ. അപ്പോൾ ജാനകിയാണെങ്കിൽ മകനെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയാണ്. ഇല്ല മോനെ, എനിക്കൊന്നും പറ്റിയില്ല, ഒന്നും പറ്റിയില്ല എന്നൊക്കെ അവർ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. സിദ്ധുവിൻ്റെ വെപ്രാളം കണ്ടപ്പോൾ എല്ലാവർക്കും സങ്കടമാവുന്നുണ്ടായിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ മഹേന്ദ്രനും ലക്ഷ്മിയും എത്തിയിട്ടുണ്ടായിരുന്നു. അവരും ഓടി വരികയാണ്. മഹേന്ദ്രനാണെങ്കിൽ ജാനകിയുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ജാനകി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല ഏട്ടാ എന്ന് പറഞ്ഞ് ജാനകി കരയാണ്. സുന്ദരി തന്ന പ്രസാദം നീ കഴിച്ചില്ലല്ലോ അല്ലേ? ഇല്ല ഏട്ടാ, ഞാൻ കഴിച്ചില്ല, കരഞ്ഞുകൊണ്ടാണ് ജാനകി പറയുന്നത്. സുന്ദരി തലതാഴ്ത്തി നിൽക്കുകയാണ്. അപ്പോൾ ലക്ഷ്മിയും പറയുന്നുണ്ട്, ജാനകി, ചന്ദ്രിക കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ ഭയന്നുപോയി. നിർഭാഗ്യവശാൽ ഇന്ന് തന്നെ ഞങ്ങൾ കാഞ്ചീപുരത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതാണ് പെട്ടെന്ന് എത്താൻ പറ്റാതിരുന്നത്. ആ സമയത്ത് ചന്ദ്രിക മഹേന്ദ്രനോട് പറയുന്നുണ്ട്, അച്ഛാ, ജ്യോതിയും അവളുടെ സഹോദരൻ അഖിലനും ചേർന്നിട്ടാണ് ഈ സുന്ദരിയെ നമ്മുടെ വീട്ടിൽ ജോലിക്ക് പറഞ്ഞു വിട്ടത്. നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് ജാനകി അമ്മായിക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോരോ അപകടങ്ങൾ സംഭവിക്കാൻ ഇവളായിരുന്നു കാരണം. അതൊക്കെ എല്ലാവർക്കും പുതിയ പുതിയ അറിവുകളായിരുന്നു. അപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ജാനകിയെ നോക്കിയിട്ട് ചന്ദ്രിക പറയുന്നുണ്ട്, അമ്മായി എൻ്റെ മേലുള്ള കോപം കൊണ്ട് ഇതൊക്കെ ഞാനാണ് ചെയ്തത് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ അതൊക്കെ ചെയ്തത് ഇവളായിരുന്നു. എല്ലാവരും സുന്ദരിയെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ നോക്കുകയാണ്. മഹേന്ദ്രൻ വന്നിട്ട് സുന്ദരിയോട് പറയുന്നുണ്ട്, സുന്ദരി, ഞങ്ങളുടെ വീട്ടിലുള്ള ഭക്ഷണം കഴിച്ചിട്ട് എങ്ങനെ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യാൻ നിനക്ക് തോന്നി? എൻ്റെ സഹോദരിയെ കൊല്ലാൻ വേണ്ടി നീ ആലോചിച്ചല്ലേ? നിനക്ക് വേണ്ടുന്ന ശിക്ഷ ഞാൻ വാങ്ങിത്തരും. സുന്ദരി തലതാഴ്ത്തി നിൽക്കുകയാണ്. അപ്പോൾ സിദ്ധു മഹേന്ദ്രനോട് പറയുന്നുണ്ട്, അങ്കിൾ, സുന്ദരി നമ്മുടെ കയ്യിൽ അകപ്പെട്ട കാര്യം ജ്യോതിയും അവളുടെ സഹോദരനും അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ എസ്കേപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സുന്ദരിയെ വെച്ച് തന്നെ ജ്യോതിയെയും അവളുടെ സഹോദരനെയും വരുത്തിച്ച് അവരെ കൈയോടെ നമ്മൾ പിടികൂടണം. അത് ശരിയാണെന്ന് എല്ലാവരും സമ്മതിക്കുകയാണ്. ചന്ദ്രികയും പറയുന്നുണ്ട്, അതെ സർ, എങ്ങനെയെങ്കിലും അവരെ ഇങ്ങോട്ടേക്ക് എത്തിക്കണം സർ. നമ്മൾ വിളിച്ചാൽ അവർ വരില്ല, പക്ഷേ ഈ സുന്ദരി വിളിക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ഇങ്ങോട്ടേക്ക് വരും.
എന്താണ് സിദ്ധുവിൻ്റെ പ്ലാൻ എന്ന് ആർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ചന്ദ്രികയുടെ കയ്യിൽ നിന്ന് സുന്ദരിയുടെ ഫോൺ വാങ്ങിയിട്ട് സുന്ദരിക്ക് കൊടുത്തിട്ട് സിദ്ധു പറയുന്നുണ്ട്, സുന്ദരി നീ ആദ്യം അഖിലിനെ വിളിക്ക്. ജാനകിക്ക് പ്രസാദത്തിൽ ഞാൻ വിഷം ചേർത്ത് കൊടുത്തു, അത് അവർ കഴിക്കുകയും ചെയ്തു എന്ന് പറ. സുന്ദരി വല്ലാതെ ഭയന്നു നിൽക്കുകയാണ്. പക്ഷെ സിദ്ധു ഹാർഷായി പറഞ്ഞ സമയത്ത് സുന്ദരി വേഗം തന്നെ ഫോൺ എടുത്ത് അഖിലിനെ വിളിക്കുകയാണ്. അഖിലനും ജ്യോതിയും ഒന്നിച്ച് ഒരു കാറിലാണ് ഉണ്ടായിരുന്നത്. സുന്ദരിയുടെ കോൾ കണ്ടപ്പോൾ സന്തോഷത്തോടു കൂടിയാണ് അഖിലൻ ഫോൺ എടുക്കുന്നത്. ഹലോ സുന്ദരി, എന്തായി? ജാനകി വിഷം കലർന്നിട്ടുണ്ടായിരുന്ന ആ ഒരു പ്രസാദം കഴിച്ചോ? എല്ലാവരും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് അഖിലേൻ്റെ നാവിൽ നിന്നും ആ ഒരു കാര്യം കേൾക്കുമ്പോൾ. ആ സമയത്ത് സുന്ദരി മറുപടി ഒന്നും പറയാതെ എല്ലാവരെയും പേടിയോടെ നോക്കുന്നുണ്ട്. അപ്പോൾ സിദ്ധു ശബ്ദം താഴ്ത്തി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഏയ് കഴിച്ചു എന്ന് പറ. കഴിച്ചു സർ. സുന്ദരിയുടെ നാവിൽ നിന്നും അത് വന്ന സമയത്ത് അഖിലനും ജ്യോതിയും സന്തോഷം കൊണ്ട് പൊട്ടിച്ചിരിക്കുകയാണ്. ജ്യോതിക്ക് അപ്പോഴാണ് ശരിക്കും സമാധാനമായത്. വെരി ഗുഡ്. 5 മിനിറ്റുകൾക്കുള്ളിൽ ജാനകിയുടെ കഥ അവസാനിക്കും. അവൾ മരിച്ച ഉടനെ തന്നെ അവൾ ഹാർട്ട് അറ്റാക്ക് കാരണമാണ് മരിച്ചതെന്ന് എല്ലാവരെയും പറഞ്ഞ് വിശ്വസിപ്പിക്കുക. ഇടയ്ക്കിടെ തനിക്ക് നെഞ്ചുവേദന വരാറുണ്ടായിരുന്നെന്ന് ജാനകി തന്നോട് പറയാറുണ്ടെന്നും എല്ലാവരോടും പറയും. നീ കരഞ്ഞുകൊണ്ട് വേണം അങ്ങനെയൊക്കെ പറയാൻ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് വിശ്വസിച്ചോളും. അഖിലൻ പറഞ്ഞു കൊടുക്കുന്ന പ്ലാനിങ് കേൾക്കുന്ന സമയത്ത് ജാനകിയും സിദ്ധുവും അതുപോലെ തന്നെ മഹേന്ദ്രനും ലക്ഷ്മിയും ചന്ദ്രികയും ഒക്കെ ഷോക്കായിട്ടാണ് നിൽക്കുന്നത്. ജാനകി ഹാർട്ട് അറ്റാക്കിലാണ് മരിച്ചത് എന്ന് കരുതിയിട്ട് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യില്ല. അഖിലൻ്റെ പ്ലാനിങ് എത്രത്തോളം ഉണ്ടെന്ന് കേൾക്കുന്ന സമയത്ത് എല്ലാവരും വാ പൊത്തി നിന്നു പോവാണ്. അപ്പോൾ നീ പോയിസൺ കലർത്തിയ സത്യം ഒരു കാലത്തും പുറം ലോകം അറിയില്ല. അഖിലൻ പറയുന്ന പ്ലാനിങ് കേട്ടിട്ട് എല്ലാവരും ദേഷ്യത്തോടെ നിൽക്കുകയാണ്. ഓക്കെ സർ, നിങ്ങൾ പറഞ്ഞതുപോലെ ജാനകി അമ്മ ഹാർട്ട് അറ്റാക്ക് കാരണമാണ് മരിച്ചത് എന്ന് ഞാൻ എല്ലാവരെയും വിശ്വസിപ്പിച്ചോളാം. അതിനു മുമ്പ് എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം സർ. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, എന്നെ കാണണമെന്നോ? ഇപ്പം എന്തിനാ എന്നെ കാണുന്നത്? നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ജാനകിയെ കൊന്നു. പക്ഷേ കാര്യം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എനിക്ക് തരാമെന്ന് പറഞ്ഞ ബാക്കി പണം തരാതിരുന്നാലോ? അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഇപ്പം തന്നെ കാണണം. നിങ്ങൾ എനിക്ക് തരാനുള്ള ബാക്കി പണം മുഴുവനായിട്ട് ഇപ്പം തന്നെ തരിക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾ പറഞ്ഞതുപോലെ ജാനകി ഹാർട്ട് അറ്റാക്കിലാണ് മരിച്ചത് എന്നുള്ള കാര്യം ഞാൻ എല്ലാവരെയും പറഞ്ഞ് വിശ്വസിപ്പിക്കുകയുള്ളൂ. അങ്ങനെ സുന്ദരി പറഞ്ഞത് കേട്ടപ്പോൾ അഖിലനാകെ ഞെട്ടി നിൽക്കുകയാണ്.